എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബലക്കുറവ്, ശീഘ്രസ്ഖലനം, ഉദ്ധാരണക്കുറവ് എന്നിവക്ക് ആശ്രയിക്കുന്ന പ്രധാന മരുന്നുകൾ കഴിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സിൽഡനാഫിൽ, പ്രതലാഫിൽ അവ ഇന്ന് പലരും ബലക്കുറവിനും ശീഘ്രസ്ഖലനത്തിനും ഉദ്ധാരണക്കുറവിനും ആശ്രയിക്കുന്ന പ്രധാന മരുന്നുകളാണ്. സിൽഡനാഫിൽ, പിന്നെ ടെഡലാഫിൽ. നിങ്ങൾക്ക് ഈ പേരുകൾ ചിലപ്പോൾ അത്ര പരിചയമുണ്ടാകില്ല. പലർക്കും വയാഗ്ര എന്നൊരു പേരാവും അറിയുക. ഇത് സിൽഡനാഫിൽ മരുന്ന് ചേർന്ന് വരുന്ന ഒരു കമ്പനി പ്രോഡക്റ്റിന്റെ പേരാണ്. ഇതുപോലെ പല കമ്പനി മരുന്നുകളും ഇന്ന് മെഡിക്കൽ സ്റ്റോറിൽ ലഭ്യമാണ്. എന്നാൽ ഇത് വാങ്ങാൻ ശ്രമിക്കുന്നതിന് മുൻപ് ഇതിന്റെ ദോഷവശങ്ങളും മറ്റും ചില കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒന്നാമതായി, പുരുഷലിംഗം ചെറുതും വലുതുമായ അനേകം രക്തധമനികളാലും അനേകം നാഡികളാലും ഇലാസ്റ്റിക ടൈപ്പ് കോശങ്ങളാലും നിർമ്മിതമാണെന്ന് അറിയുക. ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ ബ്ലഡ് ഈ ധമനികളിൽ ഹൈ പ്രഷറിൽ കയറി നിറയുമ്പോഴാണ് ലിംഗം ഉദ്ധരിക്കുക. ഇതാണ് ലിംഗം ചുരുങ്ങിയിരിക്കുവാനും ഉദ്ധരിച്ചു നിൽക്കാനുമുള്ള കാരണമെന്ന് മനസ്സിലായില്ലേ? ഇനി ഈ മരുന്നുകൾ എങ്ങനെ ഉദ്ധാരണം സാധ്യമാക്കുന്നു എന്ന് നോക്കാം. കെമിക്കൽ റിയാക്ഷൻ പറഞ്ഞാൽ പലർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ സിമ്പിളായി പറയാം. സിൽഡനാഫിൽ അല്ലെങ്കിൽ ടെഡലാഫിൽ ലിംഗത്തിലെ ധമനികളിലെ ബ്ലഡ് ഫ്ലോ കൂട്ടുകയും അതിന്റെ ഫലമായി ലിംഗം ഉദ്ധരിക്കുകയും ചെയ്യുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ലിംഗത്തിലെ ബ്ലഡ് പ്രഷർ കൂട്ടുന്നതാണ് പേഷ്യന്റ് നോക്കുന്നത് എങ്കിലും ശരീരത്തിലെ നോർമൽ ബ്ലഡ് പ്രഷറും ഇത് മാറ്റും. ഇതാണ് പലർക്കും തലവേദന, ക്ഷീണം, അമിതമായി വിയർക്കല് തുടങ്ങിയ സൈഡ് എഫക്റ്റ് ഉണ്ടാക്കാനുള്ള കാരണം. ഈ രണ്ട് മരുന്നുകളും മറ്റു പല മരുന്നുകളോടും റിയാക്ട് ചെയ്യുന്നവയായതുകൊണ്ട് തന്നെ മറ്റു പല മരുന്നുകൾ യൂസ് ചെയ്യുന്നവർ ഇത് യൂസ് ചെയ്യുമ്പോൾ പല റിയാക്ഷൻസും ഇവ കാണിക്കാറുണ്ട്. ഈ മരുന്നുകൾ കൃത്യമായ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിച്ചേ കഴിക്കാവൂ എന്നുണ്ടെങ്കിലും ആരും അതിന് ശ്രമിക്കാറില്ല. സ്വയം വാങ്ങി കഴിക്കാറാണ് പതിവ്. ഇതിൽ സിൽഡനാഫിൽ ആഹാരത്തിന് മുൻപ് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നതിനും 1 മണിക്കൂർ മുൻപും കഴിക്കേണ്ടതാണ്. കഴിച്ചു കഴിഞ്ഞാൽ 5-6 മണിക്കൂർ വരെ ഇതിന്റെ എഫക്റ്റ് ശരീരത്തിൽ ഉണ്ടാകും. അതേസമയം ടെഡലാഫിൽ ഭക്ഷണത്തോടൊപ്പമോ അല്ലാതെയോ കഴിക്കാം. ഇതിന്റെ എഫക്റ്റ് 36 മണിക്കൂർ ശരീരത്തിൽ ഉണ്ടാകും. ഇത് ശരീരത്തിലെ പ്രഷർ മാറ്റുന്നതിനാൽ ഇനി പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അതെ, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ ഒരു കാരണവശാലും ഈ മരുന്നുകൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്ത ബ്ലഡ് പ്രഷർ ഇത് കഴിച്ചാൽ വീണ്ടും കുറയും. അതുപോലെ ഹാർട്ട് പേഷ്യൻസും ഈ മരുന്ന് ഒരിക്കലും യൂസ് ചെയ്യരുത്. ഹാർട്ട് അറ്റാക്ക് വരെ വന്നേക്കാം. അതുപോലെ കിഡ്നി പേഷ്യൻസ് ഉപയോഗിക്കാൻ പാടില്ല. ബ്ലഡ് പ്രഷർ മാറുന്നത് കിഡ്നി ഫെയിൽ ആവാൻ സാധ്യത കൂടും. അതുപോലെ ന്യൂറോ പേഷ്യൻസ് ഇത് ഉപയോഗിക്കുന്നതും സ്ട്രോക്ക് പോലുള്ള വന്നേക്കാൻ കാരണമുണ്ട്. മറ്റേതെങ്കിലും മരുന്നുകൾ കഴിക്കുന്നവർ ഡോക്ടറോട് പറഞ്ഞ് അവ തമ്മിൽ റിയാക്ഷൻ ഒന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കഴിക്കുക. പിന്നെ മറ്റു ചില പ്രധാന കാര്യങ്ങളെന്ന് പറയുന്നത്, പലരും പാർട്ട്ണറുടെ മുൻപിൽ തന്റെ കഴിവ് തെളിയിക്കാൻ ഏറ്റവും കൂടിയ ഡോസ് ചോദിച്ചു വാങ്ങാറുണ്ട്. എന്നാൽ ഇതിന്റെ സൈഡ് എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിൽ വളരെയധികം ബാധിക്കും. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വാങ്ങിക്കാൻ ശ്രമിക്കുന്നവർ ഏറ്റവും കുറഞ്ഞ ഡോസ് മാത്രമേ യൂസ് ചെയ്യാവൂ. സിൽഡനാഫിൽ 25 മില്ലിഗ്രാം, ടെഡലാഫിൽ 5 മില്ലിഗ്രാം ഇങ്ങനെയാണ് ലഭ്യമായ കുറഞ്ഞ സൈസ്. തുടർച്ചയായി ഇത് ഉപയോഗിച്ചാൽ ലിംഗത്തിലെ നാഡീഞരമ്പുകൾ ബാധിക്കപ്പെടുകയും ഉദ്ധാരണം മരുന്നില്ലാതെ ഒട്ടും പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനാൽ അത്യാവശ്യമെങ്കിൽ മാത്രം വല്ലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതെ, അപ്പോൾ നിങ്ങളുടെ മറ്റു രോഗവിവരങ്ങളും കഴിക്കുന്ന മരുന്നുകളും ഡോക്ടറോട് ഈ സമയം പറയുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും സ്വയം ചികിത്സിക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.